സാഹചര്യം ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കുമ്പോൾ അതീവ ഗുരുതരം എന്ന് തന്നെ പറയാം. നമുക്ക് ഒരുപക്ഷെ അവിടെ ഉണ്ടായ സാഹചര്യം നിലവിൽ ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ പ്രകാരം ഇപ്രകാരമാണ് ആ അപകടമുണ്ടായതെന്നാണ് കരുതുന്നത്. അത് ഒന്ന് മാപ്പിന്റെ കൂടെ സഹായത്തോടെ വിവരിച്ചാൽ, ഈ പ്രദേശത്ത് നിന്ന്, അതായത് ഈ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും വലിയൊരു പ്രളയത്തിലേക്ക്, വലിയൊരു ഉരുൾപൊട്ടലിലേക്ക് നയിക്കുകയും ചെയ്തത് ഈ ഗീർ ഗംഗ നദി ഒഴുകുന്ന ഈ മേഖലയോട് ചേർന്നതാണ് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഗീർ ഗംഗ നദി ഒഴുകുന്ന ഈ മേഖലയിൽ ഇവിടെ വലിയ മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അത് തുടർന്ന് അത് വലിയൊരു പ്രളയമായി മാറുകയും വലിയ ഉരുൾപൊട്ടലായി മാറുകയും ആ ഉരുളും ഈ മണ്ണും കല്ലുമെല്ലാം അടങ്ങിയ വളരെ കഠിനമായ ഉരുൾ നേരെ ഒലിച്ചെത്തുന്നത് താഴ്വാരത്തുള്ള, രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഇടുങ്ങിയ പ്രദേശമായ ഈ ധാരാളി ഗ്രാമത്തിലേക്കാണ്. അവിടെയാണ് വലിയ നാശമുണ്ടായിരിക്കുന്നത്, വലിയ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ കാര്യമായ ജനവാസമില്ല. ഈ ഗീർ ഗംഗ നദി ഒഴുകുന്ന അതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്രദേശമാണ്, ഉയർന്ന പ്രദേശത്തു കൂടെയാണ് ആ ഒരു ഗീർ ഗംഗ നദിയുടെ കൈവരിയായ നദി ഒഴുകുന്നത്. ഇനി നേരെ ഈ ഉരുൾ ചെന്ന് പതിക്കുന്നതാവട്ടെ അവിടെ വലിയ ജനവാസമുണ്ട്. ആ ഗ്രാമത്തിൽ തിങ്ങിപ്പാർക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്, ധാരാളം വീടുകളുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രമാണ്, റിസോർട്ടുകളുണ്ട്. ഈ മേഖലയിൽ ഇവിടെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, ഇവിടെയാണ് അതിൻ്റെ വലിയൊരു ആഘാതം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തവുമാണ്. ഇവിടെ നിന്ന് ഒലിച്ചെത്തിയ ഉരുൾ ഈ ധാരാളി ഗ്രാമത്തെ വിഴുങ്ങിക്കൊണ്ട് ചെന്ന് പതിക്കുന്നതാകട്ടെ ഈ ഭാഗീരഥി നദിയിൽ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാ നദിയുടെ കൈവരിയാണ്. അവിടെയാണ്, ഈ നദിയിലേക്കാണ് ആ ഉരുൾ ചെന്ന് പതിച്ചതും. അത്രത്തോളം ഭീകരമായ ദൃശ്യമാണ്. ഒരുപക്ഷെ പ്രേക്ഷകരെ എല്ലാം അലട്ടുന്ന, പ്രേക്ഷകരെ എല്ലാം ഞെട്ടിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അത് ഈ തരത്തിലാണ് ഒഴുകി വന്നത് എന്നതാണ് പ്രാഥമികമായി നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒരു വിവരം കൂടെ കൂട്ടിച്ചേർക്കാം. അതായത് നിലവിൽ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ രക്ഷാ കേന്ദ്രമായി നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു സൈനിക ക്യാമ്പാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അത് ഈ ധാരാളി ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം മാറിയാണ്. അതായത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മേഖലയോട് ചേർന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ആ മേഖലയിൽ ആ സൈനിക ക്യാമ്പ് താവളമാക്കിക്കൊണ്ട് മെഡിക്കൽ സൗകര്യങ്ങളും മറ്റ് രക്ഷാ സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ഫുൾ ഫ്ലെഡ്ജഡ് അല്ലെങ്കിൽ പരിപൂർണമായി നടത്താൻ കഴിയുമെന്നതാണ് അധികാരികളും പ്രതീക്ഷിക്കുന്നത്.